ജയിലറയ്ക്കുള്ളിൽ ഇരുമ്പടികൾ എണ്ണിക്കിടക്കുമ്പോഴും ഒരു ജനപ്രതിനിധി വലിയൊരു സ്വപ്നം കാണുകയാണ്. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം, സത്യപ്രതിജ്ഞ ചെയ്യണം, തിരുവനന്തപുരം നഗരസഭയിലെ ആ കൗൺസിലർ കസേരയിൽ ഒന്നുകൂടി ഇരിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ കൗൺസിലർ ആർ സുഗതൻ ഇപ്പോൾ ഈയൊരു നെട്ടോട്ടത്തിലാണ്. തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ കോടതി കയറി ഇറങ്ങുകയാണ് അദ്ദേഹം. ഹൈക്കോടതിയിൽ നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി വന്നേക്കാം. ഒരു ദിവസത്തേക്ക് പുറത്തിറങ്ങി അദ്ദേഹം ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാക്കിയെന്നും വരാം. പക്ഷേ അവിടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്താലും ആ കസേരയിൽ അധിക നാൾ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയതും നിർണായകവുമായ വിവരങ്ങൾ. അതെ, നിയമവിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പുകൾ BJP ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയല്ല, വരാൻ പോകുന്ന അതിഭീകരമായ ഒരു നിയമക്കുരുക്കാണ് സുഗതനെയും കാത്ത് വഴിയിൽ നിൽക്കുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരി, എക്കാലത്തും LDFൻ്റെ ഉറച്ച കോട്ടയായിരുന്ന പുരോഗമന ആശയങ്ങൾ അലയടിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലേക്ക് BJP എന്ന വലതുപക്ഷ കക്ഷി കടന്നു വന്നത് വലിയ അവകാശവാദങ്ങളോടെയായിരുന്നു. സ്മാർട്ട് സിറ്റിയാക്കും, വികസനം കൊണ്ടുവരും, അഴിമതി ഇല്ലാതാക്കും എന്നൊക്കെയായിരുന്നു അവരുടെ വാഗ്ദാനങ്ങൾ. എന്നാൽ ഭരണം കിട്ടിയ ആദ്യ ദിവസം മുതൽ തന്നെ അവിടെ കണ്ടത് ജനസേവനമല്ല, മറിച്ച് അധികാരത്തിനു വേണ്ടിയുള്ള വൃത്തികെട്ട വടംവലികളാണ്. മേയർ സ്ഥാനത്തേക്ക് BJP തുടക്കത്തിൽ ഉയർത്തിക്കാണിച്ച മുഖങ്ങളിലൊന്ന് മുൻ DGP കൂടിയായ സാക്ഷാൽ ശ്രീലേഖ IPS ആയിരുന്നു. വലിയൊരു പ്രതിച്ഛായ നിർമ്മിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ നീക്കം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP അവരുടെ തനിനിറം പുറത്തെടുത്തു. പാർട്ടിക്കുള്ളിലെ കരുനീക്കങ്ങളിലൂടെ ശ്രീലേഖ IPSനെ വളരെ തന്ത്രപരമായി വെട്ടിമാറ്റിക്കൊണ്ട് VV രാജേഷ് തിരുവനന്തപുരം മേയറായി അവരോധിക്കപ്പെട്ടു. BJPക്കുള്ളിലെ തന്നെ വലിയൊരു വിഭാഗത്തിന് ഈ നീക്കം അത്ര രസിച്ചിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഏത് നിമിഷവും പടയൊരുക്കം ഉണ്ടാകുമെന്ന് രാജേഷിന് നന്നായി അറിയാമായിരുന്നു. തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ, അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ തന്നെ വന്ന് വാച്ച് ചെയ്യാൻ ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറാക്കിയ കാര്യവും രാജേഷിനറിയാം. തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തെക്കാൾ ഉപരി പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകൾ ഒതുക്കാനും സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്താനുമായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ BJP ഭരണസമിതി സമയം കണ്ടെത്തിയത്. ഇങ്ങനെ സ്വന്തം കസേരകൾ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ നഗരത്തിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ അവർ അപ്പാടെ മറന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും ദുരന്തവുമായിരുന്നു ഇക്കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല സമയത്ത് തിരുവനന്തപുരം നഗരം നേരിട്ട് കണ്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിൻ്റെ ഒരു വികാരമാണ്. ലക്ഷക്കണക്കിന് അമ്മമാർ എത്തുന്ന നഗരത്തിൽ അവർക്ക് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് കോർപ്പറേഷൻ്റെ കടമയാണ്. LDF ഭരണകാലത്ത് എത്ര മികച്ച രീതിയിലായിരുന്നു ഈ ജനത്തിലേക്ക് കൈകാര്യം ചെയ്തിരുന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ BJP ഭരണസമിതി അവിടെ അമ്പേ പരാജയപ്പെട്ടു. പൊങ്കാലയ്ക്ക് ശേഷം നഗരത്തിൽ കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ കോർപ്പറേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചു. ദിവസങ്ങളോളം തിരുവനന്തപുരം നഗരം മാലിന്യ കൂമ്പാരമായി കിടന്നു. മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടിലായി പാവപ്പെട്ട ജനങ്ങൾ. വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ജയിച്ചവർക്ക് നഗരത്തിലെ മാലിന്യം പോയിട്ട് സ്വന്തം വാർഡിലെ മാലിന്യം പോലും കൃത്യമായി നീക്കം ചെയ്യാൻ കഴിവില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ദിവസങ്ങളായിരുന്നു അത്. BJPയുടെ ഭരണ നൈപുണ്യമില്ലായ്മയും കഴിവുകേടും തിരുവനന്തപുരം നഗരവാസികൾ വളരെ വേഗം തിരിച്ചറിഞ്ഞു. ഭരണമെന്നാൽ കേവലം വാചകമടിയല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ഭരണപരമായി ഇത്തരം വൻ പരാജയങ്ങൾ ഒരു വശത്ത് BJP കടുത്ത ജനരോഷത്തിലാക്കുമ്പോൾ മറുവശത്ത് അവരെ തേടിയെത്തിയത് അതിലും വലിയ നാണക്കേടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആർ സുഗതൻ്റെ അറസ്റ്റ്. ജനങ്ങളെ സേവിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി വധശ്രമ കേസിൽ പ്രതിയാവുക, പോരാത്തതിന് സ്ഥിരം കുറ്റവാളികളെയും ഗുണ്ടകളെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഉപയോഗിക്കുന്ന കാപ്പ അഥവാ ഗുണ്ട ആക്ട് പ്രകാരം ജയിലിലടയ്ക്കപ്പെടുക. BJPയുടെ തനിനിറം ജനങ്ങൾക്ക് മുന്നിൽ പരിപൂർണമായി തുറന്നു കാട്ടപ്പെട്ട സംഭവമായിരുന്നു അത്. കേവലം ഒരു ചെറിയ അടിപിടി കേസല്ല, ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള വലിയ ക്രിമിനൽ പശ്ചാത്തലമാണ് ഇവിടെ ചർച്ചയായത്. BJP കൗൺസിലർമാർ ഗുണ്ടകളെപ്പോലെയാണ് സമൂഹത്തിൽ പെരുമാറുന്നത് എന്ന പ്രതിപക്ഷത്തിൻ്റെ നിരന്തരമായ ആരോപണങ്ങളെ അക്ഷരം പ്രതി ശരിവയ്ക്കുന്നതായിരുന്നു സുഗതൻ്റെ അറസ്റ്റും അദ്ദേഹത്തിന് കാപ്പ ചുമത്തിയുള്ള ഈ ജയിൽവാസവും. ഒരു നഗരം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു കൗൺസിലർ ഗുണ്ടാ നിയമപ്രകാരം റിമാൻഡിൽ കഴിയുക എന്നത് കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ അപൂർവവും ലജ്ജാകരവുമായ ഒന്നാണ്. ഇതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഭരണഘടനയോടും ജനങ്ങളോടും കൂറു പുലർത്തേണ്ട ഒരു ചടങ്ങ് എത്രമാത്രം ലാഘവത്തോടെയാണ് അവർ കണ്ടത് എന്നതിൻ്റെ തെളിവായിരുന്നു അത്.
ആദ്യം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വലിയ നിയമപ്രശ്നങ്ങളും ചട്ടലംഘനങ്ങളും ഉണ്ടാവുകയും ഒടുവിൽ കോടതിക്ക് തന്നെ ഇടപെട്ട് ആ സത്യപ്രതിജ്ഞാ നടപടി പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വന്നു. കോർപ്പറേഷൻ ഭരണത്തിൽ BJP എത്രത്തോളം അലംഭാവമാണ് കാണിക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു വലിയ തെളിവായിരുന്നു ഇത്. തുടർന്ന് രണ്ടാമതും സത്യപ്രതിജ്ഞ നടത്തേണ്ട ഗതികേടിലായി അവർ. എന്നാൽ ഈ സമയത്തൊന്നും കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്ന സുഗതന് പുറത്തിറങ്ങാനോ സത്യപ്രതിജ്ഞ ചെയ്യാനോ കഴിഞ്ഞില്ല. ഒരു കൗൺസിലർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണമെന്നത് നിയമമാണ്. അത് ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അയോഗ്യത വരും. ഇത് കൃത്യമായി മനസ്സിലാക്കിയ BJP നേതൃത്വം സുഗതനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പരക്കം പായുകയാണ്. നെടുമങ്ങാട് കോടതിയിൽ നിന്ന് കടുത്ത വ്യവസ്ഥകളോടെ ഒരു ദിവസത്തെ ഇടക്കാല ജാമ്യം കിട്ടിയെങ്കിലും കാപ്പ കേസിൽ ഇളവ് ലഭിക്കാതെ സുഗതന് പുറത്തിറങ്ങാനാകില്ല. അതിനായി അവർ ഹൈക്കോടതിയുടെ പടികൾ കയറിയിരിക്കുകയാണ്. BJP ഭരണസമിതിയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരുടെ ഭൂരിപക്ഷം നിലനിർത്താൻ സുഗതൻ്റെ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഏത് വഴിവിട്ട നീക്കങ്ങൾക്കും അവർ തയ്യാറുമാണ്. എന്നാൽ BJP നേതൃത്വം കണക്ക് കൂട്ടുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സുഗതൻ പുറത്തിറങ്ങി സത്യപ്രതിജ്ഞ ചെയ്താൽ തീരുന്നതല്ല ഈ പ്രതിസന്ധി. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും നിർണായകവും ത്രില്ലിങ്ങുമായ വഴിത്തിരിവ് സംഭവിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രമുഖ വാർത്താ ചാനലായ റിപ്പോർട്ടർ TV ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിട്ടിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ പാർലമെൻറ്റിൻ്റെ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെക്കുറിച്ചായിരുന്നു ആ വാർത്ത. അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി പദവിയും നഷ്ടമാകുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 5 വർഷമെങ്കിലും തടവ് ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾക്കെതിരെയാകും നടപടി. ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം തുടർച്ചയായി ജയിലിൽ കഴിഞ്ഞാൽ ജനപ്രതിനിധികളുടെ സ്ഥാനം അപ്പടി നഷ്ടമാകുമെന്നതാണ് ഈ വിവാദ ബില്ലിലെ പ്രധാന വ്യവസ്ഥ. അതായത് 5 വർഷമെങ്കിലും തടവ് ലഭിക്കാവുന്ന കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ ഉൾപ്പെട്ട് വെറും 30 ദിവസം ജയിലിൽ കിടന്നാൽ അവർക്ക് പദവി നഷ്ടമാകും. നിലവിൽ MLA-മാർക്കും സംസ്ഥാന കേന്ദ്രമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും എതിരെയാണ് ഈ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് റിപ്പോർട്ടർ TV വാർത്തയിൽ വ്യക്തമാകുന്നത്. ഇതെന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. പ്രതിപക്ഷ നേതാക്കളെയും തങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിപക്ഷ സർക്കാരുകളെയും ലക്ഷ്യമിട്ട് അവരെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടച്ച് അവരുടെ പദവികൾ അട്ടിമറിക്കാൻ വേണ്ടി BJP കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കരിനിയമമാണിത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും പോലെ ജയിലിലടയ്ക്കപ്പെടുന്നവർക്ക് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാകില്ല എന്ന് ഉറപ്പിക്കാനുള്ള BJPയുടെ കുതന്ത്രം. പക്ഷേ ഇവിടെയാണ് നമ്മളൊരു കാര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. ഈ നിയമം മന്ത്രിമാർക്കും MLA-മാർക്കും മാത്രമാണ് ബാധകമാവുക എന്നാണ് BJP കേന്ദ്രങ്ങൾ ഇപ്പോൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിയമവിദഗ്ധർ നൽകുന്ന സൂചനകൾ തികച്ചും മറ്റൊന്നാണ്. ഈ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് കേവലം മേൽത്തട്ടിലെ ജനപ്രതിനിധികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല. ഇന്ത്യയിലെ ഭരണഘടനാപരമായ തുല്യതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഒരേ ധാർമ്മികതയും ഒരേ നിയമവും ബാധകമാകേണ്ടതുണ്ട്. അവിടെ വലിപ്പച്ചെറുപ്പമില്ല. ഒരു MLA ക്രിമിനൽ കേസിൽപ്പെട്ട് 30 ദിവസം ജയിലിൽ പോയാൽ സ്ഥാനം നഷ്ടപ്പെടുമെങ്കിൽ അതേ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു കൗൺസിലർ ഗുണ്ട ആക്ട് പ്രകാരം ദീർഘകാലം ജയിലിൽ കിടന്നാൽ എങ്ങനെയാണ് ആ സ്ഥാനത്ത് തുടരുക? ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ ഈ നിയമം രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിലർമാർക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും ബാധകമാകുമെന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇതിനുള്ള നിയമപരമായ വാതിലുകളാണ് 130ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തുറക്കപ്പെടുന്നത്. ഒരു ജനപ്രതിനിധിക്കും ഇനി ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്താനാകില്ല. രാഷ്ട്രീയത്തിലെ കാവ്യനീതി എത്ര മനോഹരമാണെന്ന് നോക്കൂ. എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഡൽഹിയിലിരുന്ന് BJP സർക്കാർ ഒരു വലിയ കുരുക്ക് തയ്യാറാക്കുമ്പോൾ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ആ കുരുക്ക് ആദ്യം വീഴാൻ പോകുന്നത് കേരളത്തിലെ തങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരൻ്റെ കഴുത്തിലായിരിക്കുമെന്ന്. അതെ, കാപ്പ കേസിൽപ്പെട്ട് വധശ്രമത്തിന് ജയിലിൽ കിടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതാണ്. സുഗതൻ ഒരുപക്ഷെ നിയമത്തിലെ പഴുതുകൾ വെച്ച് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങി സത്യപ്രതിജ്ഞ ചെയ്തേക്കാം. ഒരു ദിവസത്തേക്ക് അദ്ദേഹം ആ കസേരയിൽ ഇരുന്നേക്കാം. എന്നാൽ അധികം വൈകാതെ ലോക്സഭാ സമ്മേളനത്തിൽ BJP സർക്കാർ ഈ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കി നിയമമാക്കുന്നതോടെ നിയമത്തിൻ്റെ വലിയൊരു ഇരുമ്പ് മറയാണ് സുഗതന് മുന്നിൽ വീഴാൻ പോകുന്നത്.
30 ദിവസത്തിലധികം കാപ്പ കേസിൽ ജയിലിൽ കിടന്ന ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാനാകും എന്ന ചോദ്യം നിയമപരമായി തന്നെ ഉയർന്നു വരും. ഭരണഘടനാപരമായ തുല്യത ചൂണ്ടിക്കാട്ടി സുഗതൻ്റെ സ്ഥാനം തെറിക്കും. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ BJP തങ്ങളുടെ കേന്ദ്ര അധികാരം ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ഈ കരിനിയമം അവരുടെ തന്നെ ജനപ്രതിനിധിയുടെ സ്ഥാനം തെറിപ്പിക്കുന്ന ചരിത്രപരമായ ഒരു വലിയ തമാശയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സ്വന്തം കുഴി തോണ്ടാൻ BJP തന്നെ നിയമം പാസാക്കുന്ന വിചിത്രമായ കാഴ്ച. മറ്റുള്ളവർക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ വീഴുന്നത് സ്വന്തം കൗൺസിലർ. സുഗതൻ്റെ ഇപ്പോഴത്തെ ഈ സത്യപ്രതിജ്ഞാ ശ്രമങ്ങളെല്ലാം കേവലം ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. യഥാർത്ഥ ക്ലൈമാക്സ് ഡൽഹിയിലെ പാർലമെൻറ്റിൽ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ.